ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു പാനിലോട്ട് 2 തക്കാളിയും ഇനി ഒരു 2-3 മുട്ടയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ കാണിക്കുന്നത്. എണ്ണയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ അത്യാവശ്യം വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ സവാള വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കുക, എന്ന നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. രാവിലെയോ രാത്രിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനൊരു 2 തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച്, അതായത് എരിവിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ച് കൂട്ടാട്ടോ. അപ്പം ഞാൻ വളരെ എരിവ് കുറച്ച് കഴിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ഈ ഒരു സമയം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ഇതെല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അടുപ്പത്തേക്ക് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു ചെറിയ അരപ്പൊന്ന് റെഡിയാക്കണം. അതിനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 4-5 കുഞ്ഞുള്ളി അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് ഇനി ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3-4 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാണ്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ, നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടേ ഉള്ളൂ. കുറച്ചും കൂടെ വേവാനുണ്ട്. അതായത് നല്ലപോലെ വെന്ത് അങ്ങ് ഉടഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പരുവമാണ്. ജസ്റ്റ് വെന്താൽ പോരാ കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് കൂടെ ഇന്നൊന്ന് വേകുമ്പോഴത്തേക്കിനും സെറ്റ് ആയിക്കോളും. ഇപ്പോൾ ദാണ്ട് ഒരു 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ദാണ്ട് നമ്മുടെ കറി, അതായത് നമ്മൾ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ തക്കാളി നമുക്കിനി ഒരു മാഷർ വെച്ചിട്ട് ഒന്നങ്ങ് മാഷ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തവി വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അതാണ്ട് നല്ല പോലെ തക്കാളി ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നല്ല ഗ്രേവിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അല്പം വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറുകിയ പാകത്തിനൊക്കെ വേണമെങ്കിൽ വെള്ളം ചേർക്കണം എന്നില്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടെ നല്ല ലൂസായിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട കണ്ടോ, കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണേ. ഇനി വേണം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. അപ്പോൾ ഞാനൊരു 3 മുട്ട ചേർക്കുന്നുണ്ട്. അതാണ്ട് ഇതുപോലൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ മുട്ടയൊക്കെ കേടാണെങ്കിൽ കറി മൊത്തം വേസ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് മുട്ട ഇതുപോലെ 3 സ്ഥലത്തായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ കൂട്ടി വെക്കരുത്. അതുപോലെ തവിയിട്ട് ഇളക്കാനും നിൽക്കരുത് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം. മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ദാണ്ടേ ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ടയൊക്കെ വെന്തോന്ന് നോക്കാം.
ഇപ്പോൾ ദാ നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ടയൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ. അത് നേരത്തെ ഇളക്കണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ ദാണ്ടെ ഇതുപോലെ ജസ്റ്റ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതും ഒന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പിൻ്റെ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഉപ്പിൻ്റെ കുറവൊന്നും വന്നിട്ടില്ല, കറക്റ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എത്ര സിമ്പിളായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് കണ്ടോ. അധികം ചേരുവകളൊന്നും വേണ്ട, സവാള വയറ്റണ്ട, എണ്ണ ചേർക്കണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ പത്തിരീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശേൻ്റെ കൂടെയോ, ഇനിയിപ്പോൾ ഇതൊന്നും അല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ നമ്മുടെ മുട്ടക്കറി അങ്ങനെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയില്ല എന്ത് ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുന്നതിന്. നല്ല ടേസ്റ്റിയാണല്ലോ. അതുപോലെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, എന്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.